എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത്. 1201 ആണ്ട് പുതുവർഷ ഫലം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ്. പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസത്തെ ഓരോ മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാ ദുരിതം വരും. കുടുംബത്തിലെ അനൈക്യമുണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാവും. കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകില്ല. ചിങ്ങമാസത്തിൽ കന്നിമാസത്തിൽ നേത്ര രോഗപീഠയുണ്ടാവും. നേത്ര സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. അകാരണമായ ഭയം വന്ന് സംഭവിക്കും. അകാരണമായ ഭയം ഇവർക്ക്. തുലാമാസത്തിൽ ഗുരുജന വിയോഗം ഉണ്ടാവും. ഗുരുജനങ്ങളുമായിട്ടുള്ള വിയോഗം ഉണ്ടാവും. കർമ്മത്തിൽ തടസ്സങ്ങളുണ്ടാവും. കർമ്മത്തിൽ ദോഷങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, കാര്യ തടസ്സങ്ങളും ഉണ്ടാവും. വൃശ്ചികത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും, മനസുഖം കൂടുതലുണ്ടാവും. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതി, അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ പുരോഗതി ഉണ്ടാവും. കർമ്മ പുരോഗതി, ഉദ്ദിഷ്ടകാര്യ പുരോഗതി, മറ്റ് മനസുഖം, ഇതെല്ലാം ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാവും. ധനുമാസത്തിൽ ധനനേട്ടങ്ങളുണ്ടാവും. ധനുമാസത്തിൽ ധനനേട്ടം ഉണ്ടാവും, കാര്യവിജയങ്ങളുണ്ടാവും, സന്താന ഗുണങ്ങളുണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും. ധനനേട്ടങ്ങളും കാര്യവിജയങ്ങളും ധനനേട്ടങ്ങളും ധനുമാസത്തിലുണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടമുണ്ടാകും. മകരമാസത്തിൽ ധനനഷ്ടം, ആരോഗ്യഹീനത, ആരോഗ്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദേഹ അസ്വസ്ഥതകൾ ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതി, മനസുഖം എന്നിവയുണ്ടാകും. വൃശ്ചിക മാസത്തിൽ കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, മനസുഖം ഉണ്ടാവും. കർമ്മത്തിൽ വിജയം ഉണ്ടാവും, ചെയ്യുന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങളും ഉണ്ടാവും. ധനുമാസത്തിൽ ധനനഷ്ടം ഉണ്ടാകും. ധനുമാസത്തിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ധനനേട്ടങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കാര്യവിജയങ്ങളും സന്താന ഗുണവും ധനുമാസത്തിലുണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടങ്ങളുണ്ടാകും, ആരോഗ്യഹീനതയുണ്ടാകും. കുംഭമാസത്തിൽ മനക്ലേശവും ആരോഗ്യക്ഷയവും ഉണ്ടാവും. മീനമാസത്തിൽ കുടുംബ സ്വസ്ഥത കുറവുണ്ടാവും, ധനക്ലേശങ്ങൾ ഉണ്ടാവും മീനമാസത്തിൽ. മേടമാസത്തിൽ കർമ്മഗുണം ഉണ്ടാവും, ധനനേട്ടം ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. മേടമാസത്തിൽ കർമ്മഗുണം, ധനനേട്ടം, സമൃദ്ധി എന്നിവ മേടമാസത്തിലുണ്ടാവും. ഇടവ മാസത്തിൽ കുടുംബ പ്രശ്നം ഉണ്ടാവും, മനോവിഷമങ്ങൾ ഉണ്ടാവും, മനക്ലേശങ്ങൾ ഉണ്ടാകാം ഇടവ മാസത്തിൽ. മിഥുന മാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാം, രോഗാരിഷ്ടതകൾ ഉണ്ടാകാം, മനോവിഷമങ്ങൾ ഉണ്ടാകാം, മനക്ലേശങ്ങൾ ഉണ്ടാകാം, മനോവ്യസനങ്ങൾ ഉണ്ടാകാം മിഥുന മാസത്തിൽ. കർക്കിടക മാസത്തിൽ വ്യാപാര വിജയം ഉണ്ടാവും. കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വ്യാപാര വിജയം ഉണ്ടാവും. അതുകൂടാതെ മത്സര വിജയവും ഉണ്ടാവും. മത്സരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിജയം ഉണ്ടാവും. കാര്യനേട്ടങ്ങളും ഇവർക്കുണ്ടാവും. അതായത് കാര്യവിജയം ഉണ്ടാവും, കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, പ്രവൃത്തി ഗുണങ്ങളും ഇവർക്ക് കിട്ടും. അപ്പോൾ പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്രഫലം, പുരുരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണു ഭജനവും വഴിപാടും നടത്തുന്നത് വളരെ നല്ലതാണ്.